എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അങ്ങനെ മറയൂരിൽ ഞാൻ ആദിവാസികളുടെ ഇടയിൽ, മുതുവാന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റ് എന്ന പ്രസ്ഥാനത്തെപ്പറ്റി, ആ പ്രസ്ഥാനത്തിൻ്റെ സന്നദ്ധ സംഘടനയായ IRFF പറ്റി അറിയുന്നത്. അത് എൻ്റെ ഒരു സ്നേഹിതൻ ടോമിച്ചനിൽ നിന്നാണ് ഈ വിവരം എനിക്കറിയുന്നത്. ഈ ടോമിച്ചന് ഈ വിവരം കിട്ടുന്നത്, ടോമിച്ചിൻ്റെ ഒരു സുഹൃത്ത് ആ സമയത്ത് ഇറ്റലിയിൽ അവർ ഉപരിപഠനത്തിനായിട്ട് ഡോക്ടറാവാൻ വേണ്ടി ഇറ്റലിയിൽ പോയ ഒരു വത്സമ്മ എന്ന് പറഞ്ഞ അവർ തിടനാട് പരവരാഗത്ത് കുടുംബത്തിലെ ഒരു വത്സമ്മ, അവർ ഇറ്റലിയിലുണ്ടായിരുന്നു. അവർ ഇറ്റലിയിൽ വെച്ച് ഈ പ്രസ്ഥാനത്തിൽ ചേരുകയും അങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകയായിട്ട് മാറുകയും ചെയ്ത അവരാണ് ഈ ലഘുലേഖകളും ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുമെല്ലാം ഈ ടോമിച്ചിന് അയച്ചു നൽകിയതും ഈ ടോമിച്ചിന് ആ ലഘുലേഖയും പുസ്തകങ്ങളുമൊക്കെയാണ് എനിക്കും നൽകുന്നത്. അങ്ങനെ അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെപ്പറ്റി ആദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ടോമിച്ചിനുമായിട്ട് ഞാൻ മദ്രാസിൽ ഒരു തവണ പോയി, 2 തവണ പോയി. അങ്ങനെ പിന്നീട് ചെറിയ സെമിനാറുകൾ വലിയ സെമിനാറുകളായി 7 ദിവസത്തെ ഒരു 7 ഡേ സെമിനാറാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള തത്വശാസ്ത്രത്തിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുവാനായിട്ട് അന്ന് അവർ ഉപയോഗിച്ചിരുന്നത്. അന്ന് ഇതിൻ്റെ പ്രചാരകരായിട്ട് മദ്രാസിൽ ഉണ്ടായിരുന്നത് ജപ്പാൻകാരാണ്. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു ജപ്പാൻകാരനെ പരിചയപ്പെടുന്നതും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിട്ട് വന്ന ഒരു ഹെഡിക്കി സേറ എന്ന ഒരു ജാപ്പനീസ് ആളാണ് എന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ, ഇതിൻ്റെ തത്വശാസ്ത്രങ്ങൾ, ഇതിൻ്റെ തിയോളജി, ഫിലോസഫി എല്ലാം ആദ്യം പറഞ്ഞു പഠിപ്പിക്കുന്നത്. അത് ഈ 7 ദിവസത്തെ സെമിനാർ അന്ന് മൈലാപ്പൂരുള്ള ഒരു ആശാസദൻ, ഒരു കത്തോലിക്ക സ്ഥാപനമായ ഒരു ധ്യാന കേന്ദ്രമായ ആശാസദനിലാണ് ആ സ്ഥലം ഞങ്ങൾ വാടകയ്ക്കെടുത്ത് അവിടെ വെച്ചായിരുന്നു ഈ സെമിനാറുകൾ, 7 ദിവസത്തെ സെമിനാർ സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ സെമിനാറിൽ ഈ പ്രസ്ഥാനത്തെപ്പറ്റി, അതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ തത്വശാസ്ത്രം, അത് ഡിവൈൻ പ്രിൻസിപ്പിൾ എന്ന ഒരു പുസ്തകം, ഒരു ഫിലോസഫി, തിയോളജി, അതാണ് ഇതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള പ്രിൻസിപ്പിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ആദ്യം പഠിച്ചപ്പോൾ അത് മെയിൻലി പ്രധാനമായിട്ടും അത് ബൈബിൾ കേന്ദ്രീകൃതമാണ്, അല്ലെങ്കിൽ ജൂഡിയോ ക്രിസ്ത്യൻ ആ ഒരു ലൈനിലാണ് ഇതിൻ്റെ ടീച്ചിങ്സ് വരുന്നത്. അപ്പോൾ ഓൾറെഡി ബൈബിൾ കാര്യങ്ങൾ, ബൈബിൾ കഥകളെല്ലാം ചെറുപ്പത്തിൽ മുതലേ കേട്ടിരിക്കുന്നത് കൊണ്ട് വേദപഠന കാലത്ത് നമ്മുടെ കത്തോലിക്ക ദേവാലയത്തിൽ നിന്നുമെല്ലാം ഈ കഥകളെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ അത് ഡീപ്പായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നും നമ്മൾ ശ്രമിച്ചിട്ടുമില്ല. അത്തരത്തിലുള്ള പഠനമൊന്നും നമുക്ക് കിട്ടിയിട്ടുമില്ല. എന്നാൽ ഇതിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവർ വളരെ, നമ്മൾ സയൻസ് പഠിക്കുന്നത് പോലെ തന്നെ ഡയഗ്രമും അതുപോലെ ആധുനിക പഠന ഉപാധികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അന്ന് ക്ലാസ്സുകൾ എടുക്കുവാൻ വന്നിരുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഒരു റോബർട്ട് കെറ്റിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ എല്ലാം ഞങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഒരു ബൈബിള്, അല്ലെ തത്വശാസ്ത്രങ്ങൾ, ഫിലോസഫി, ഒരു തിയോളജി കാര്യങ്ങൾ ഇത്രമാത്രം ഒരു ശാസ്ത്രീയത തോന്നുന്ന രീതിയിൽ വളരെ ലോജിക്കായിട്ട് ഡയഗ്രത്തിലൂടെയും ആധുനിക പഠന സംവിധാനങ്ങളിലൂടെയും പഠിക്കുക എന്ന് പറയുന്നത് ഒരു ആദ്യ അനുഭവമായിരുന്നു. മാത്രമല്ല അത് കേൾക്കുമ്പോൾ വളരെ നമുക്ക് ലോജിക്കായിട്ട് തോന്നുന്ന വിധത്തിലാണ് അതിൻ്റെ പഠനങ്ങൾ മൊത്തം. വളരെ തുടക്കത്തിൽ ശരിക്കും ബൈബിളിൻ്റെ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന ആ ഒരു ജനസിസ് മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ ഒരു ഒറ്റ ലൈനിൽ അവർ വളരെ കണക്റ്റഡായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു പോവുകയാണ്. അങ്ങനെ ഒരു പഠനം അതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല. ബൈബിൾ പഠനം എന്ന് പറയുന്നത് കത്തോലിക്ക ദേവാലയത്തിലൊക്കെ, സൺഡേ സ്കൂളുകളിലൊക്കെ വളരെ ചെറിയ അവിടെയും ഇവിടെയൊക്കെയുള്ള കുറച്ച് കഥകൾ മാത്രം നമ്മൾ മനസ്സിലാക്കി പോവുകയാണല്ലോ ചെയ്യുക. മാത്രമല്ല അതിൽ കൂടുതൽ നമുക്ക് സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആരോട് ചോദിച്ചാലും അതിനൊന്നും പലപ്പോഴും മറുപടിയും ഉണ്ടാകാറുണ്ടായിരുന്നില്ല. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഡീപ്പായിട്ടൊന്നും പഠനത്തിലേക്ക് പോയിരുന്നുമില്ല. എന്നാൽ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം വളരെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള കാര്യങ്ങൾ വളരെ കൂട്ടിയോജിപ്പിച്ച് വളരെ വിശ്വസനീയമായ രീതിയിൽ, അത് സയൻസിൻ്റെ പിൻബലത്തോടുകൂടിയും മറ്റു പല മതങ്ങളുടെ നിന്ന് എടുത്തിരിക്കുന്ന സാരാംശങ്ങൾ എല്ലാം കൂടെ ചേർത്തുള്ള ഒരു പാഠ്യപദ്ധതിയുമായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ പഠനം വളരെ ഇപ്പോഴും ഇതിലെ പല തത്വശാസ്ത്രങ്ങളും ഞാൻ ഇപ്പോഴും അംഗീകരിക്കുകയും അത് ബഹുമാനിക്കുകയും അത് അനുകരിക്കുകയും ചെയ്യുന്നവയാണ്. വളരെ എല്ലാ മതങ്ങളിലെയും സാരാംശങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. എല്ലാ മതങ്ങളിൽ നിന്നുള്ള സാരാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് ഇതിൻ്റെ പഠന പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ 7 ദിവസത്തെ സെമിനാർ കഴിഞ്ഞ് ഞാൻ തിരികെ വീണ്ടും മറയൂരിൽ വന്ന് വീണ്ടും ആദിവാസികളുടെ ഇടയിലുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ട് ഇരുന്നു. ഇടയ്ക്ക് ഞാൻ മറയൂരിൽ തന്നെ ഈ ആദിവാസികളുടെ ഇടയിലുള്ള പ്രവർത്തനം മാത്രം മതി എന്നുള്ള രീതിയിൽ
ഞാൻ ഇടയ്ക്ക് വീണ്ടും മദ്രാസിലേക്കുള്ള എൻ്റെ യൂണിഫിക്കേഷൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ പഠനങ്ങൾക്ക് തുടർച്ചയ്ക്ക് പോകാതിരുന്നപ്പോൾ അവിടെ നിന്നും ഞാൻ ഒരിക്കൽ ഓർക്കുന്നു, ഈ ജപ്പാൻ കാരനായിട്ടുള്ള ഹിഡിക്കി സേറ എന്നെ ഈ പ്രസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടിരുന്ന അദ്ദേഹം ഒരിക്കൽ മറയൂർ, ഈ മദ്രാസിൽ നിന്നും എന്നെ തേടി മറയൂർ എത്തുന്നത് ഞാൻ ഓർക്കുന്നു. എത്തി എന്നെ വീണ്ടും ഇവിടെ നിന്ന് പ്രേരിപ്പിച്ച് വീണ്ടും അടുത്ത ഇതിൻ്റെ കൂടിയ സെമിനാറുകൾ, 7 ദിവസത്തെ സെമിനാർ കഴിഞ്ഞാൽ പിന്നെ 41 ദിവസത്തെ സെമിനാറാണ്, അങ്ങനെയുള്ള സെമിനാറുകളിൽ പങ്കെടുപ്പിക്കുവാനായിട്ട് എന്നെ വീണ്ടും പ്രേരിപ്പിക്കുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ഇതിൻ്റെ പഠനം തുടരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു പ്രസ്ഥാനത്തിലൂടെ അതിൻ്റെ ഒരു പ്രവർത്തകനായിട്ട്, ഒരു മുഴുവൻ ഫുൾ ടൈം പ്രവർത്തകനായിട്ട് ചേരുവാൻ ഞാൻ 1987 തീരുമാനമെടുത്ത് ഞാൻ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിലെ ഒരു അംഗമായി ചേർന്ന് അതിൽ പൂർണ്ണമായി എൻ്റെ വിശ്വാസം ഞാൻ അർപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നെ എൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിലേക്ക്, ആ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ ചേർക്കുക, എൻ്റെ സൗഹൃദ വലയത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ, അതുപോലെ ഇതിൽ താല്പര്യമുള്ള ആളുകളെയെല്ലാം ഇത് പറഞ്ഞ് മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ലക്ഷ്യം ഞാൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ ആ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പ്രവർത്തകനായിട്ട്, ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകനായിട്ട് ഞാൻ മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ തുടർന്നുള്ള ഈ സെമിനാറുകൾക്ക്, 7 ദിവസത്തെ സെമിനാറുകളാണ് കൂടുതൽ ഇതിൻ്റെ തത്വശാസ്ത്രം പഠിപ്പിക്കുവാനായിട്ട് ഉണ്ടായിരുന്നത്. ആ സെമിനാറിലേക്ക് എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ കേരളത്തിൽ എൻ്റെ കൂടെ പഠിച്ചവരെ, എൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരെ, എനിക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന, ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ അന്ന് സജീവമായിരുന്നതിനാൽ പലതരത്തിലുള്ള ആളുകളുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നതിനാൽ യുവാക്കളെ പ്രത്യേകിച്ച് കൂട്ടം കൂട്ടമായിട്ട് ഞാൻ പല സെമിനാറുകളിൽ ചെന്നൈയിലേക്ക്, മദ്രാസിൽ കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ സെമിനാറുകളിൽ അങ്ങനെ പങ്കെടുപ്പിക്കുകയും ഉണ്ടായി. അങ്ങനെ ഒരിക്കൽ ഒരു സെമിനാർ ചെന്നൈയിൽ ഈ ആശാസദനിൽ മൈലാപ്പൂർ നടക്കുന്ന, ആ സെമിനാർ നടക്കുന്ന സമയത്ത് തന്നെയാണ് വളരെ ഓർമ്മയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു സംഭവം. തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന MG രാമചന്ദ്രൻ, MGRൻ്റെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളവിടെ സെമിനാർ നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ ദിവസങ്ങളിലായിട്ട് എനിക്ക് തോന്നുന്നു അന്നത്തെ രാഷ്ട്രപതി അവിടെ ചെന്നൈ സന്ദർശിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്ന ദിവസങ്ങൾ കൂടിയായിരുന്നു. അതുകൊണ്ട് ആ സമയത്തെല്ലാം അവിടെ ഭയങ്കരമായ ബന്ദോബസ്തും പട്ടാളത്തിൻ്റെയും ഈ BSFിൻ്റെയും എല്ലാം സാന്നിധ്യമുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മരണവും സംഭവിക്കുന്നത്. ആ മരണം സംഭവിക്കുന്ന ആ ദിവസം എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾ ഈ സെമിനാർ സ്ഥലത്ത് നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മദ്രാസ് നഗരം മുഴുവൻ, അവിടെ ആളുകൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട്, ആളുകൾ ഓരോ വീടുകളിൽ നിന്നും അലമുറയിട്ട് കരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ, അതുപോലെ പല വീടുകളുടെയും മുമ്പിൽ MGRൻ്റെ ചിത്രം വെച്ചുള്ള ആരതിയെ, പുഷ്പാർച്ചനയെ, പ്രാർത്ഥനകൾ, ഇതൊന്നും കൂടാതെ ചില യുവാക്കൾ ഈ അവസരം മുതലെടുത്തുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ, അവിടെ കാണുന്ന എറിഞ്ഞു പൊട്ടിച്ച് തകർക്കാവുന്ന സാധനങ്ങൾ മുഴുവൻ എറിഞ്ഞ് പൊട്ടയ്ക്കുന്ന ഒരു അവസ്ഥ. അത് കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഭയങ്കര ഭീതിജനകമായ ഒരവസ്ഥയായിരുന്നു. അവരുടെ ഏറ്റവും അവർ ആരാധിക്കുന്ന, അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന MGR അദ്ദേഹം മരിച്ചപ്പോഴേക്ക് ഇനി ലോകമില്ല, ഇനി അവർക്ക് ജീവിതമില്ല എന്നുള്ളൊരു തോന്നലിൽ മാറത്തടിച്ച് അലമുറയിടുന്ന സ്ത്രീകൾ, അതേപോലെ തന്നെ യുവാക്കൾ, സകലവിധ അക്രമങ്ങളിലും ഇടപെടുന്ന യുവാക്കൾ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളോട് അവിടെ പലരും പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക് പോകരുത്, മാത്രമല്ല പുറത്തു പോയാൽ നിങ്ങളൊരു കാരണവശാലും ഇത് കണ്ട് ചിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്കും ചിലപ്പം നിങ്ങളെ ചിലപ്പോൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആരും പുറത്തേക്ക് പോകാതെ ആ ദിവസങ്ങളിൽ പുറത്തുള്ള കടകളും എല്ലാം അടഞ്ഞു കിടന്നു. ഭക്ഷണം കിട്ടാനോ അങ്ങനെ എല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു സന്ദർഭം. ആ സമയത്ത് ഞങ്ങൾ കൃത്യം ഈ സെമിനാറുമായിട്ട് ആശ്രമത്തിന് ഉള്ളിലായിരുന്നതിനാൽ ഞങ്ങൾക്ക് പുറത്തുള്ള ഈ ബഹളങ്ങൾ ഇതൊന്നും അധികം ബാധകമായില്ല. എന്തായാലും ആ ഒരു കൃത്യസമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നതും ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ ആ സെമിനാർ, ഈ 7 ദിവസത്തെ സെമിനാർ പലപ്പോഴായിട്ട് ചെന്നൈയിൽ നടന്നു. അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുവാൻ പറ്റി. എന്നാൽ ഈ സമയങ്ങളിൽ ഞാൻ മറയൂരിൽ ആദിവാസികളുടെ ഇടയിൽ എൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടുവരുന്നു. ആദിവാസികളുടെ ഇടയിൽ ഞാൻ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയെയും കുഞ്ഞനുജനെയും കൂടെ മറയൂരിൽ തന്നെ ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഞാൻ ഓർക്കുന്നു, കൂട്ടിക്കൊണ്ടുപോയി അവർ ആദ്യ സമയത്ത് എൻ്റെ കൂട്ടത്തിൽ എനിക്ക് അപ്പോൾ ഒരു ചെറിയൊരു വരുമാനമുണ്ട്. ഈ ആദിവാസികളുടെ ഇടയിൽ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വരുമാനവും എല്ലാമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞനുജനെ അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, ഞങ്ങൾ തന്നെ തുടങ്ങിയ ഒരു ചെറിയൊരു സ്കൂളുണ്ടായിരുന്നു, ദീപ്തി വിദ്യാലയ എന്ന് പറഞ്ഞ് കോവിൽക്കടവിൽ. ആ സ്കൂളിൽ LKG UKG പഠനത്തിന് ചേർക്കുന്നതെല്ലാം ഞാൻ ഓർക്കുന്നു.
അങ്ങനെ കുറച്ചു കാലം മറയൂരിൽ ജീവിതം തുടർന്നു. അതോടൊപ്പം തന്നെ ഈ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇടയ്ക്ക് മദ്രാസിൽ പോയി വന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് 3 വർഷക്കാലത്തോളം ഞാൻ തുടർച്ചയായിട്ട് ഈ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഒരു ഫുൾ ടൈം പ്രവർത്തകനായിട്ട് മദ്രാസും അതുപോലെ ഡൽഹിയിലായിരുന്നു ഇതിൻ്റെ ഇന്ത്യയിലെ കേന്ദ്രം. ഡൽഹിയിൽ ഉണ്ടായിരുന്ന ഒരു ജർമ്മൻ സ്വദേശി ഉർസുല മക്ലക്ലാൻഡ് എന്ന ജർമ്മൻ സ്വദേശിയായിരുന്നു അതിൻ്റെ ഡൽഹിയിലെ ലീഡർ. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ബ്രിട്ടീഷുകാരനായ ഡേവിഡ്. ഈ ഡേവിഡും ഉർസുലയുടെയും നേതൃത്വത്തിലുള്ള സെമിനാറുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ മദ്രാസിൽ ആദ്യം ഹിഡിക്കി സേറയായിരുന്നു, ജപ്പാൻകാരനായ ഹിഡിക്കി സേറയായിരുന്നു നേതാവെങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് മിച്ചിനോറി ഹസേഗാവ എന്ന വേറൊരു ജപ്പാൻകാരന് മദ്രാസിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു പിന്നീടുള്ള പഠനവും പ്രവർത്തനങ്ങളുമെല്ലാം. ആ സമയത്ത് തന്നെ ഞാൻ ഈ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ തന്നെ കീഴിലുള്ള ഒരു യുവജന സംഘടനയുണ്ട്. യുവാക്കളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പല മതങ്ങളിലുള്ള യുവാക്കളെ കോർത്തിണക്കിക്കൊണ്ടുള്ള RYS റിലീജിയസ് യൂത്ത് സർവീസ് എന്ന് പറയും. ആ ഒരു സംഘടനയിൽ ഞാനും അന്ന് ഏറ്റവും സജീവമായിട്ടുണ്ടായിരുന്നത് ഈ IRFFലും RYSലുമായിരുന്നു. അപ്പോൾ RYSൻ്റെ പ്രോജക്റ്റുകളിൽ പങ്കെടുക്കുവാനായിട്ട്, അങ്ങനെ ഒരു പ്രോജക്റ്റിൽ പങ്കെടുക്കുവാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വേറൊരു വിദേശ രാജ്യത്തേക്ക്, തായ്ലൻഡിലേക്കാണ് എന്നെ പറഞ്ഞയക്കുന്നത്. തായ്ലൻഡിൽ നടക്കുന്ന ഒരു RYSൻ്റെ പ്രോജക്റ്റിൽ ഞാൻ പങ്കെടുത്തു. അതും എനിക്ക് ഈ പ്രസ്ഥാനത്തെക്കുറിച്ചും അതുപോലെ ലോകത്തെക്കുറിച്ചുമുള്ള ആ ഒരു കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരുന്നു. പല മതങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് വന്ന യുവാക്കൾ ഞങ്ങൾ എല്ലാവരും കൂടി ഈ ബാങ്കോക്കിൽ ഒത്തുചേർന്നിട്ട്, ആ ബാങ്കോക്കിൽ നിന്നും ഞങ്ങളെല്ലാവരും കൂടി ഒരു ബസ്സിൽ യാത്ര ചെയ്ത് കംബോഡിയയുടെയും ലാവോസിൻ്റെയും ഒക്കെ ഒരു അതിർത്തി പ്രദേശമായ തായ്ലൻഡിൻ്റെ തന്നെ മനോഹരമായ ഒരു ഗ്രാമത്തിലായിരുന്നു അന്ന് ഈ പ്രോജക്റ്റ്. അവിടുത്തെ ഒരു വിദ്യാലയത്തോട് ചേർന്നുള്ള ഒരു പ്രവർത്തനം, അവിടുത്തെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാക്കുന്ന പ്രവർത്തനമായിരുന്നു ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നത്. നമ്മുടെ കലാലയങ്ങളിലൊക്കെയുള്ള NSS ക്യാമ്പുമായിട്ട് വളരെയേറെ സാമ്യമുള്ള വിധത്തിൽ യുവാക്കൾ രാവിലെ മുതൽ ഉച്ചവരെയും കഠിന അധ്വാനമായിരിക്കും. അത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ റോഡ് നിർമ്മാണമോ അത്തരത്തിലുള്ള മേഖലകളിൽ പല രാജ്യങ്ങളിലെ പല മതങ്ങളിലെ യുവാക്കൾ ഒത്തുചേർന്നുകൊണ്ട് ശാരീരികമായിട്ട് അധ്വാനിച്ച് ആ പ്രവർത്തനത്തിന് ശേഷം അന്നത്തെ വൈകുന്നേരം നമുക്ക് കലാസന്ധ്യയാണ്, കലാവിരുന്ന്, പല രാജ്യങ്ങളുടെ കലാപരിപാടികളുണ്ടാവും. അതുപോലെ തന്നെ ഈ RYSൻ്റെ ഒരു പ്രത്യേകത, ഓരോ ദിവസവും ഓരോ മതങ്ങളെപ്പറ്റി പഠിക്കുന്നതിന്, ഓരോ മതത്തിൻ്റെ ആധികാരികമായിട്ട് അതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ വന്ന് നമുക്ക് ക്ലാസ് എടുക്കും, നമുക്ക് സംശയങ്ങൾ ചോദിക്കാം. അങ്ങനെ ഓരോ മതങ്ങളെപ്പറ്റിയും ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അതേ ദിവസം തന്നെ നമ്മൾ ആ മതത്തിൻ്റെ ആരാധനാലയങ്ങൾ പോയി സന്ദർശിക്കുന്ന ഒരു ചടങ്ങുണ്ടാവും. അങ്ങനെ ബുദ്ധമതത്തെപ്പറ്റിയും ജൈനമതത്തെപ്പറ്റിയും എല്ലാ മതങ്ങളെപ്പറ്റിയും ക്രൈസ്തവ മതത്തെപ്പറ്റിയും എല്ലാം പഠിക്കുന്ന കൂട്ടത്തിൽ ഈ യൂണിഫിക്കേഷനിസം എന്ന് പറയുന്ന ഈ തത്വശാസ്ത്രവും അവിടെ വെച്ച് പഠിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഈ RYSൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കൂടിയാണ് ഞാൻ ഈ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിലെ എൻ്റെ പ്രവർത്തനം വളരെ ശക്തമാക്കുന്നത്. അങ്ങനെ ഈ പ്രസ്ഥാനം ലോകസമാധാനത്തിനും ഏകലോകം എന്ന ഒരു കൺസെപ്റ്റ്, ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തത്വശാസ്ത്രം എന്ന് പറയുന്നത് മതങ്ങളുടെയും ഭാഷയുടെയും രാജ്യങ്ങളുടെയുമായ അതിർവരമ്പുകൾ ഇല്ലാതാക്കി ഏകലോകം, ദൈവം സ്വപ്നം കണ്ടിരുന്ന ആദ്യ മാതാപിതാക്കൾ ആദത്തിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ ആക്കി അവർക്ക് പറുദീസ എന്ന് ബൈബിളിൽ പറയുന്ന ആ ഒരു പറുദീസ അവർക്ക് നഷ്ടമായി. അത് അവർ ആദിമപാപം എന്ന് പറയുന്ന ആ ഒരു തെറ്റ് ചെയ്തതിനാലാണ് അങ്ങനെ അവർക്ക് പറുദീസ നഷ്ടമായത്. എന്നാൽ ആ പറുദീസയുടെ വീണ്ടെടുക്കൽ, അതാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ മെയിൻ കോർ എന്ന് പറഞ്ഞാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാ മതങ്ങളെയും, എല്ലാ രാജ്യങ്ങളെയും, എല്ലാ വർഗ വിഭാഗങ്ങളെയും എല്ലാം ഒരു കുടക്കീഴിൽ, ദൈവം എന്ന ആ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരു വൺ വേൾഡ് വൺ ഫാമിലി അണ്ടർ ഗോഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ തത്വശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അന്നത്തെ ഒരു ആവേശം എന്ന് പറയുന്നത് ഇതാണ് സത്യം, ഇത് മാത്രമേ സത്യമുള്ളൂ. എന്നാൽ അതിലൂടെ എനിക്ക് ഏറ്റവും വലിയൊരു ഗുണമുണ്ടായത്, അതുവരെയും ഞാൻ കത്തോലിക്ക മത വിശ്വാസി മാത്രമായിരുന്നെങ്കിൽ എനിക്ക് മറ്റ് മതങ്ങളോടുള്ള ഒരു ഓപ്പൺനെസ്, എല്ലാ മതങ്ങളിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ലതാണ് എന്നും എല്ലാ മതത്തിൻ്റെയും എല്ലാ ഓൾ ദ പാത്ത് ലീഡിങ് ടു എ സെയിം ഡെസ്റ്റിനേഷൻ എന്നുള്ള ആ ഒരു എല്ലാ മാർഗങ്ങൾ പലത് ഉണ്ട്. എന്നാൽ ഈ മാർഗങ്ങളെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്കുള്ളതാണ്. നമ്മൾ ഈ മാർഗങ്ങൾക്ക് ഇടയിൽ തല്ലുകൂടേണ്ടവരല്ല, അവർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ലോകസമാധാനത്തിനായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. നമുക്കറിയാം ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിലുകളുണ്ടായത്, ഇന്നും രക്തച്ചൊരിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മതത്തിൻ്റെയും ഈ വിശ്വാസത്തിൻ്റെയും പേരിലാണ്. എന്നാൽ ഈ മതങ്ങൾ
ദൈവവിശ്വാസം ശരിക്കും ശരിയായ വിധത്തിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ ലോകത്തിൽ സ്വർഗരാജ്യം അല്ലെങ്കിൽ പറുദീസ ഇവിടം രാജ്യം സൃഷ്ടിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ മതങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്നിട്ട് ഇവർ തന്നെയാണ് ഈ തമ്മിലടിക്കുന്ന എന്നുള്ള ഏറ്റവും വലിയ ഒരു വിരോധാഭാസവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഇത്തരം ഒരു ലോകം ഇവിടെ പ്രാവർത്തികമാക്കണം. അപ്പോൾ അതിന് രാഷ്ട്രീയ മത നേതൃത്വം ഒരുമിച്ച് കൈകോർക്കണം. അതുപോലെ തന്നെ സാമ്പത്തിക മേഖല, നമ്മുടെ പത്രപ്രവർത്തന രംഗം, ഈ മേഖലകൾ എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു സമാധാന സുന്ദരമായൊരു ലോകം കെട്ടിപ്പടുക്കാൻ പറ്റൂ എന്നെല്ലാമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയം, പ്രധാന ആശയം. അപ്പോൾ അതിനുവേണ്ടി തന്നെ ഈ പ്രസ്ഥാനം ഓരോ മേഖലകളിലും ഇതിന് പ്രവർത്തിക്കുവാനുള്ള ഓരോ ചാപ്റ്ററുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. യുവാക്കളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ കാർപ്പ് എന്ന് പറഞ്ഞൊരു സംഘടന, കോളേജിയറ്റ് അസോസിയേഷൻ ഫോർ റിസർച്ച് ഇൻ പ്രിൻസിപ്പിൾ എന്നാണ് ആ സംഘടനയുടെ പേര്. യുവാക്കൾക്കായിട്ട് RYS, അതുപോലെ മതമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടനകൾ, പ്രൊഫസർമാർക്ക് വേണ്ടി PWP, പ്രൊഫസേഴ്സ് വേൾഡ് പീസ് അക്കാഡമി എന്ന സംഘടന, അങ്ങനെ എല്ലാ മേഖലകളിലും നിറഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഈ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൽ ഞാൻ സജീവമായിട്ട് 1987 മുതൽ അതിൻ്റെ ഒരു പൂർണ്ണ പ്രവർത്തകനായിട്ട് ഇന്ത്യയുടെ ആദ്യകാല മെമ്പറായിട്ട് ചേരുന്നു. അങ്ങനെയുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിലൂടെ അങ്ങനെ തുടരുകയാണ്. അങ്ങനെ ഈ RYS പ്രോജക്റ്റ് തായ്ലൻഡിൽ പോയി പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും എനിക്ക് ലോകത്തെ പറ്റി തന്നെയുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് വളരെ കുറച്ചുകൂടി ആഗോളതലത്തിൽ ചിന്തിക്കുവാൻ ഉള്ള ഒരു അറിവ്, അതിനുള്ള അത് ബൗദ്ധിക തലത്തിൽ മാത്രമല്ല പ്രായോഗിക തലത്തിൽ കൂടി കിട്ടിയപ്പോൾ അതൊരു വലിയ ഒരു ഉണർവ് ഏകുന്നതായിരുന്നു. അങ്ങനെ ഞാൻ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഒരു പൂർണ്ണ സജീവ പ്രവർത്തകനായിട്ട് മാറുകയാണ് ഉണ്ടായത്. തുടർന്നുള്ള എൻ്റെ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിലെ പ്രവർത്തനങ്ങൾ ഞാൻ തുടർ വീഡിയോയിലൂടെ വിവരിക്കാമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.